ദിവ്യ ദിവാകർ, നോക്കൂ, സൗമ്യയുടെ വിഷയം 15 വർഷം മുമ്പ് സംഭവിച്ചതാണ്. അന്ന് കേരളം നടുങ്ങിപ്പോയ ഒരു സംഭവമാണ്. അതിനുശേഷം 15ാം വർഷവും നമ്മൾ അതേപോലെ ഒരു സംഭവത്തിൽ സാക്ഷികളാവുകയും അത് ചർച്ച ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു. സാഹചര്യങ്ങളിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. അന്ന് സൗമ്യ ഒരു പാസഞ്ചർ ട്രെയിനിലായിരുന്നു, ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയിരുന്നു തെരഞ്ഞെടുത്തത്, ആളൊഴിഞ്ഞ സമയമായിരുന്നു. അതൊക്കെ ഈ അക്രമിക്ക് കൂടുതൽ സഹായകരമായി. പക്ഷെ നോക്കൂ, ഇത് കുറച്ചുകൂടി ഗൗരവതരത്തിൽ നമ്മൾ കാണണം. ഇതൊരു എക്സ്പ്രസ് ട്രെയിനാണ്, കുറച്ചുകൂടി ക്ലാസ് കൂടിയ ആളുകൾ യാത്ര ചെയ്യുന്നു എന്ന് നമ്മൾ കരുതിയ ഇടമാണ്. അവിടെ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ മറ്റാളുകൾക്ക് മുന്നിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ കാലം കടന്നു പോകുമ്പോൾ അതിൻ്റെ ആ അക്രമത്തിൻ്റെ ഗൗരവം കൂടി വർദ്ധിക്കുന്നു എന്ന് വേണമോ മനസ്സിലാകാൻ. ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ ആളുകൾക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ പോലും ഒരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരു സാഹചര്യം. നമ്മള് സൗമ്യയുടെ ദുരന്തം സംഭവിച്ച സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ലേഡീസ് കമ്പാർട്ട്മെന്റ് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത്. സൗമ്യ ചെയ്ത ഒരു മണ്ടത്തരമാണ്. കാരണം ട്രെയിനിലുള്ള എല്ലാവരും, ആ കമ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും ഇറങ്ങി കഴിഞ്ഞപ്പം സൗമ്യ ഇറങ്ങിയിട്ട് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറണമായിരുന്നു, അങ്ങനെയാണെങ്കിൽ സൗമ്യ സേഫ് ആവുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് വാദങ്ങൾ നമ്മൾ അന്ന് കേട്ടതാണ്. പക്ഷേ നമ്മളെ ഇന്ത്യൻ റെയിൽവേ മൊത്തത്തിൽ തന്നെ സുരക്ഷിതമല്ല എന്നുള്ളത് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു ലേഡീസ് കമ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ജനറൽ കമ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, സ്ലീപ്പറോ AC യോ ഏതായാലും അവസ്ഥ ഒന്ന് തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇന്നിപ്പം ഇത്രത്തോളം ഒരു ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും അത്. അവിടെ നിന്നിട്ടാണ് ഈ കുട്ടി ഒറ്റയ്ക്കുമല്ല, കൂടെ കൂട്ടുകാരിയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയുണ്ട്. എന്നിട്ടാണ് ഇയാള് ചവിട്ടിത്തള്ളി പുറത്തേക്ക് ഇട്ടത്. അപ്പം നമ്മുടെ സുരക്ഷ എന്ന് പറയുന്ന ഒരു കമ്പാർട്ട്മെന്റിനെ മാത്രമായിട്ടല്ലേ. സൗമ്യയുടെ കേസിൽ നമ്മളന്ന് പറഞ്ഞ മാതിരി ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഇന്ന പ്രശ്നം കൊണ്ടാണ്, ആളില്ലാത്തപ്പോ ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഇത്തരം വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നുള്ളതും ഫാൾട്ട് നമ്മുടെ സിസ്റ്റത്തിനാണ്, നമ്മുടെ റെയിൽവേ സംവിധാനത്തിനാണ് തകരാറ് എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും അംഗീകരിക്കുകയും ഗവൺമെന്റിന്റെ മേലിൽ ശക്തമായിട്ടുള്ള, കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ അത് ചെയ്യേണ്ടത്, ശക്തമായിട്ടുള്ള സമ്മർദ്ദം സാധാരണ ജനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ ഇതിനൊരു മാറ്റം സംഭവിക്കുകയുള്ളൂ. റെയിൽവേ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിനെ നമ്മൾ ട്രെയിനുകളിൽ കാണുന്നതേ ഇല്ല. അപ്പൊ നേരത്തെ സംസാരിച്ചവരൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞു. സുരക്ഷ ഉറപ്പാക്കേണ്ടത് റെയിൽവേ പോലീസാണ്, ട്രെയിനിന്റെ ഉള്ളിൽ സുരക്ഷ ഉറപ്പാക്കേണ്ട റെയിൽവേ പോലീസ് ആണല്ലോ. പക്ഷെ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഈ റെയിൽവേ പോലീസിനെ ഞാൻ എവിടെയും കാണാറില്ല. പിന്നെ എന്താണ് യാത്രക്കാർ സ്വയം സുരക്ഷ? ഇന്നാണ് ഒരു കോടതി വിധി ഓർമ്മ വരുന്നു. നമ്മുടെ ലഗേജോ നമ്മുടെ എന്തെങ്കിലും പൈസയോ ഒക്കെ ട്രെയിനിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് യാത്രക്കാരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് റെയിൽവേ ഉത്തരവാദിത്തം, റെയിൽവേ അതിന് നഷ്ടപരിഹാരം തരാൻ ബാധ്യസ്ഥരല്ല. ഇത്തരം ഒരു വിധിയും നാളെ കണ്ടത് ഞാൻ ഓർക്കുന്നു. അപ്പൊ എന്ത് സുരക്ഷ, എന്ത് ഉത്തരവാദിത്തമാണ് ഈ റെയിൽവേ യാത്രക്കാർക്ക് പ്രൊവൈഡ് ചെയ്തത്? അത് പൈസ വാങ്ങുക എന്നുള്ളത് മാത്രമാണോ? ടിക്കറ്റിന്റെ പൈസ വാങ്ങുക എന്നുള്ളത് മാത്രമാണോ റെയിൽവേയുടെ ഉത്തരവാദിത്വം? ഇത് ശരിക്കും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മള് ഒരു ഫ്ലൈറ്റിൽ നമ്മൾ കയറാൻ പോവാണെന്ന് വിചാരിച്ചോളൂ, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ ആ ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റുന്നത്. നമ്മുടെ കയ്യിൽ ഒരു കത്തിയോ ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ പോലും അത് മാറ്റി വെപ്പിച്ചിട്ട് അത്രയ്ക്കും സെക്യൂരിറ്റി ചെക്കിങ്ങിന് ശേഷം മാത്രമാണ് നമുക്കൊരു വിമാനത്തിനുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. റോഡിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ നിൽക്കുന്നു, ചെക്ക് ചെയ്യുന്നു, നമുക്ക് ലൈസൻസ് ഉണ്ടോ, ഹെൽമെറ്റ് ഉണ്ടോ, മദ്യപിച്ചിട്ടുണ്ടോ, ഊതിക്കുന്നു, ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ട്രെയിനിൽ മാത്രം ഈ അരക്ഷിതാവസ്ഥ? ട്രെയിനിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സുരക്ഷാ പരിശോധന നമ്മൾ ഓരോ യാത്രക്കാരും കയറുന്നതിന് മുമ്പ് നടത്തിക്കൂടാ? മദ്യപിച്ച ഒരാളെ അവിടെ ഇതുപോലെ പിന്നെ ഒന്ന് ചെക്ക് ചെയ്തൂടെ, അയാൾ മദ്യപാനിയാണോ എന്ന് പരിശോധിക്കാൻ ഈ റോഡിൽ നിൽക്കുന്ന പോലീസുകാർ ചെയ്യുന്നത് പോലെ അവരെയും പിടിച്ചൊന്ന് ഊതിക്കാലോ. അങ്ങനെ ഊതിയിട്ടുണ്ടെങ്കിൽ ഇവര് മദ്യപിച്ചിട്ടുണ്ടോ, മയക്കുമരുന്നാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ പോലെയുള്ള ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ആ സമയത്ത് നടക്കാൻ പറ്റില്ല. എന്നാൽ പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയാൻ കഴിയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന പരിശോധനകൾ പെട്ടെന്ന് നടത്താം. അപ്പൊ അത്തരം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്തരം യാത്രക്കാരെ ട്രെയിനിലേക്ക് കയറ്റാതിരിക്കുക എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് പേരുടെ സൗമ്യയുടെ നമ്മള് അത്രയും, സൗമ്യ ബലാത്സംഗം ചെയ്യപ്പെട്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു അത് അത്രയും വലിയ വാർത്തയായത്. ഈ കുട്ടിക്കുണ്ടായത് സെയിം അപകടമാണ്, അതേപോലെ തന്നെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ആ കുട്ടി. പക്ഷെ ബലാത്സംഗം ചെയ്യപ്പെട്ടില്ല, ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിലാണ്. അത് ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള വലിയ പ്രയത്നത്തിലാണ്.
അങ്ങനെ രക്ഷിക്കാനായത് ഒരു കൂട്ടം നല്ല മനുഷ്യരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഈ സമയം നമുക്ക് മറിച്ചൊരു കാര്യം ചർച്ച ചെയ്യേണ്ടി വന്നേനെ, അല്ലെങ്കിൽ അത് അത്രയധികം തീവ്രമായി പോയേനെ സാഹചര്യം എന്നതാണ്. എന്തായാലും വളരെ വേഗം ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്, ജീവിതം ആ നിലയിൽ തുടങ്ങുന്ന പെൺകുട്ടിയാണ്, വളരെ സ്മാർട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. വളരെ വേഗം ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. ഞാൻ തിരിച്ചെത്താം ദിവ്യ. ബിജു